നിങ്ങളുടെ കുടുംബ പ്രശ്നമാണ്, ഇത് നിങ്ങളുടെ മാത്രം വിഷയമാണ്. ഫൈറ്റ് ചെയ്യണം. നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കണം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഭർത്താവിന് വേണ്ടിയിട്ടാണ്, എൻ്റെ വീട്ടുകാർക്കും എൻ്റെ അച്ഛനമ്മയ്ക്കും വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം സഹിക്കണേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തെറ്റിപ്പോയി. നാളെ ഒരിക്കലും ഇവർ തന്നെ വയ്ക്കും. ചേട്ടാ, ഈ പല സ്ത്രീകളും ഇപ്പോൾ സമൂഹത്തിൽ നേരിടുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് ഈ നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത്. എന്താണ് ആക്ച്വലി ഇപ്പോൾ നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഇപ്പോൾ ഒരാൾ നാർസിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ പാർട്ട്ണർ നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, ഇവരിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഒരു പ്രൊട്ടക്ഷൻ എടുക്കേണ്ടത്? എങ്ങനെ ഇവരെ നേരിടാൻ പറ്റുക? ഗായത്രി, വലിയ വിഷയമാണ്. അതെ, ചെറിയ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് വളരെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് നമുക്ക് പിന്നീട് എടുക്കാം. തീർച്ചയായിട്ടും. ഇപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു നാർസിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഭർത്താവ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ അമ്മ, അമ്മായിപ്പൻ, ആര് വേണമെങ്കിലും ആവാം ഈ കാറ്റഗറിയിൽ പെടുന്നത്. അങ്ങനെ ഒരാളാണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യരുത്. പുറത്തോട്ട് വരാം, ബാഗ് എടുക്കുക, ഒന്നുകിൽ സ്വന്തം വീട്ടിലോട്ട് പോവുക, അല്ലെങ്കിൽ ഏതെങ്കിലും ലോഡ്ജിലോട്ട് പോവുക. ഈ രണ്ട് സ്ഥലത്തോട്ട് നിങ്ങൾ പോയില്ലെങ്കിൽ നിങ്ങൾ ഒരു കയറിന് കീഴിൽ കെട്ടി തൂങ്ങി ആടും. ഇതിൻ്റെ അപ്പുറത്തോട്ട് ഒന്നുമില്ല. പല പല സ്ത്രീകൾക്കും സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൂടുതൽ സ്ത്രീകളാണ് ഇതിനകത്ത് അനുഭവിക്കുന്നത്. ഞാൻ പുറത്തോട്ട് ഇറങ്ങിയാൽ എന്ത് ചെയ്യും? എൻ്റെ കയ്യിൽ പണമില്ലല്ലോ, എൻ്റെ വീട്ടിലോട്ട് കയറി ചെന്നാൽ നാണക്കേടാണല്ലോ, ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അച്ഛനില്ലല്ലോ, എൻ്റെ ബന്ധുക്കാർ എന്ത് പറയും, തുടങ്ങിയിട്ടുള്ള കുറേ ചോദ്യങ്ങൾ നമ്മുടെ തലയുടെ അകത്ത് നിൽക്കും. ഇത്ര റിസ്ക് നമുക്ക് എടുക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ എടുക്കുന്ന അടുത്ത വഴിയാണ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് നിൽക്കാം. ഇടയ്ക്കിടയ്ക്കല്ലേ ഉപദ്രവിക്കുള്ളൂ, ഇടയ്ക്കിടയ്ക്കല്ലേ തെറി പറയുള്ളൂ, ഒരു നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഇടയ്ക്കിടയ്ക്കല്ലേ കാണിക്കുള്ളൂ എന്ന ചിന്ത നമുക്ക് തരും. ഈ ചിന്ത നമുക്ക് തന്നത് ആരാ? ഈ വ്യക്തിയാണ്. നാർസിസ്റ്റ് ആയിട്ടൊരു വ്യക്തിനെ സംബന്ധിച്ചിട്ട് അവൻ ആഴ്ചകൾക്ക് മുന്നോ മാസങ്ങൾക്ക് മുന്നോ നമ്മളെ എങ്ങനെയാണ് മാനസികമായിട്ട് തകർക്കേണ്ടതും നമ്മുടെ കോൺഫിഡൻസ് എങ്ങനെയാണ് ഇല്ലാണ്ടാക്കണമെന്നും തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി പ്ലാൻ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ജോലി എടുത്താൽ രക്ഷപ്പെടും, നമ്മൾ പണം ഉണ്ടാക്കിയാൽ പുറത്തു പോകും, നമുക്ക് ബന്ധങ്ങൾ, നമ്മുടെ വീട്ടുകാർ, നമ്മുടെ നാട്ടുകാർ, നമ്മുടെ കൂട്ടുകാർ, നമ്മൾ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ എടുക്കുന്ന എല്ലാ വഴികളും ആദ്യം കയറി അടയ്ക്കും. ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു തരി കോൺഫിഡൻസ് നിങ്ങൾക്ക് ഇല്ലാത്ത രീതിയിൽ നിങ്ങളെ ആക്കി വെക്കും. കാരണം എന്താ? നിങ്ങൾ പുറത്തു പോകാൻ പാടില്ല. നിങ്ങൾ പുറത്തു പോകണമെന്ന് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾ ടെൻഷൻ ആവണം, നിങ്ങൾ പാനിക് ആവണം, നിങ്ങൾ ഡിപ്രഷൻ ആവണം, നിങ്ങളുടെ കയ്യിൽ പണമില്ല എന്നുള്ള തോന്നൽ വരണം. തുടങ്ങിയിട്ട് നിങ്ങൾ ജോലി എടുക്കുന്ന ആളായിക്കോട്ടെ, ഒരു നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ആണ് നിങ്ങളുടെ ഭർത്താവെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 1 രൂപ കാണില്ല. മനസ്സിലാവുന്നുണ്ടോ? അത്രയും തടസ്സം നിങ്ങൾക്ക് തരും. നിങ്ങളെ മുന്നോട്ട് പഠിക്കാൻ സമ്മതിക്കില്ല, ജോലി ചെയ്യാൻ സമ്മതിക്കില്ല, നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തരില്ല, എല്ലാം ലോക്ക് ചെയ്തിടും. മനസ്സിലാക്കൂ. അതുകൊണ്ട് പുറത്ത് വരിക, വേറെ ഒന്നുമില്ല. മരണം 2 രീതിയിലുള്ള മരണം നിങ്ങൾക്ക് സംഭവിക്കും. ഒന്നുകിൽ നിങ്ങൾക്ക് ശാരീരികമായിട്ട് നിങ്ങൾ മരിക്കും, എന്നിട്ട് നിങ്ങളൊരു മാനസിക രോഗിയാണെന്ന് മുദ്രകുത്തും. എല്ലാ നാർസിസ്റ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റികൾ ആളുകളും അവൻ്റെ ഭാര്യയ്ക്കോ പങ്കാളിക്കോ മാനസിക രോഗമാണെന്ന് ആദ്യം പറഞ്ഞു വരുത്തും എല്ലാവരുടെ അടുത്തും. രണ്ടാമത്തെ കാര്യം, കുഞ്ഞുങ്ങളുടെ അടുത്ത് കുഞ്ഞുങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് തിരിക്കും. ആ പെണ്ണിൻ്റെ വീട്ടുകാരെ മാനിപ്പുലേറ്റ് ചെയ്ത് തിരിക്കും. ഇത് ഭയങ്കര പ്ലേയാ, മോശം സ്ത്രീയാണ്. കാരണം ആ സ്ത്രീ പോയിട്ട് മറ്റൊരാളോട് ഒരു കാര്യം സംസാരിക്കാൻ പാടില്ല, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് വെക്കും. അതിനെ കൂടെ നിർത്തോ സപ്പോർട്ട് ചെയ്യോ ഒന്നും ചെയ്യില്ല, മൊത്തം മാറ്റി നിർത്തും. രണ്ടാമത്തെ മരണം എന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള മരണം. മാനസികമായിട്ട് മരിച്ചാൽ പിന്നെ നമ്മളെ തല്ലിയാലും നമ്മളെ ദ്രോഹിച്ചാലും നമുക്കൊന്നും ഫീൽ ചെയ്യില്ല. ആ ഫീൽ ചെയ്യാത്ത അവസ്ഥയിലോട്ട് നിങ്ങളെ കൊണ്ടെത്തിക്കും. നിങ്ങളെ ഉപദ്രവിച്ച് ഇഞ്ചിഞ്ചായിട്ട് വേദന. അതായത് നീ എൻ്റെ അടിമയാണ്, ഞാൻ നിന്നെ തല്ലും, നിന്നെ ഞാൻ തെറി പറയും, നിന്നെ ഞാൻ എന്തും ചെയ്യും, നീ അത് അനുഭവിക്കണം അല്ലെങ്കിൽ ഞാൻ ഇട്ടിട്ട് പോയി കളയും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വഴിക്ക് പോകും, തുടങ്ങിയിട്ടുള്ള വേർഡ്സുകൾ കണ്ടിന്യൂ ഇവരുടെ വായിൽ നിന്ന് വീണുകൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടി കൊണ്ടാലൊന്നും നമുക്ക് അനുഭവിക്കില്ല. എന്നെ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചൊരു സ്ത്രീ, ഒരു നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഒരു വ്യക്തിയാണ്. ആ പുള്ളിയുടെ കൂട്ടുകാരന്മാരുടെ ഒരു 60 പേരുടെ കൂടെയാണ് ഈ സ്വന്തം ഭാര്യനെ കൊണ്ട് കിടത്തി. എന്നാലോചിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല, അത്രയും ഡീപ്പായിട്ട് ഇവർ പ്രവർത്തിച്ച് കളയും. അടുത്ത കാര്യം, ഈ മനുഷ്യർക്ക്, ഈ നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഉള്ള മനുഷ്യരെ സംബന്ധിച്ചിട്ട് ഇവർക്ക് ഒരു തരത്തിലുള്ള കോൺഫിഡൻസും ഇല്ല. ഇവർക്ക് ഭയങ്കര ഭയമാണ്. നിങ്ങൾ വിചാരിക്കും ഇവർക്ക് ഭയങ്കര ശക്തിയാണെന്നും ഇവർക്ക് ഭയങ്കര ബലമാണെന്നും ഭയങ്കര കോൺഫിഡൻസ് ആണെന്നും ഇവർ ഭയങ്കര ധൈര്യശാലികളാണെന്നും അല്ല. ഒരു റൂമിൻ്റെ അകത്ത്, ഒരു വീടിൻ്റെ അകത്ത് ആരും കേൾക്കാത്ത രീതിയിൽ, നിങ്ങളുടെ കരച്ചിൽ പോലും പുറത്തോട്ട് വരാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിച്ചിടുന്നത് ചുറ്റും അവരെപ്പറ്റി മോശമായിട്ട് നിങ്ങൾ പറയുമോ എന്നുള്ള അവരുടെ ഭയം കൊണ്ടും
പറയാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്. മനസ്സിലാവുന്നുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചുറ്റുമുള്ള മനുഷ്യരെ മൊത്തം പേടിയാണ്. ആ ഭയം, അവർ അനുഭവിച്ച ആ ഭയം അല്ലെങ്കിൽ അവർ കടന്നു പോകുന്ന സിറ്റുവേഷൻ നിങ്ങളിലൂടെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അതായത് ഇത്തരത്തിലുള്ള സ്ത്രീകളെ ശാരീരികമായിട്ടും മാനസികമായിട്ടും വേദനിപ്പിച്ച ശേഷം അവർ ചെയ്യുന്നത് സെക്ഷുവലി അവർ യൂസ് ചെയ്യും. കാരണം ഒരു സ്ത്രീ ഒരു രീതിയിലും അവർക്ക് പ്രതികരിക്കാൻ പറ്റാത്ത രീതിയിൽ അവരുടെ ശരീരത്തിൽ നിന്ന് ചോര വന്ന് അവർ തളർന്ന് കൊടുക്കുന്ന സമയത്ത് മാത്രമേ ഇവർക്ക് സെക്ഷുവൽ ഫീലിങ്സ്, തോട്ട്സ് കയറി വരുള്ളൂ. അതുവരെ ആ സ്ത്രീ ചിരിക്കുകയോ തമാശ പറയുകയോ സന്തോഷമായിട്ട് നടക്കുന്നത് കണ്ടാൽ ഇവരുടെ ഉള്ളിൽ പാനിക്കാൻ വന്ന് തുടങ്ങും, ടെൻഷൻ അടിക്കാൻ തുടങ്ങും. ഇവർക്ക് അറിയാൻ പറ്റില്ല അത് എന്തിനാണെന്ന്. ടെൻഷൻ അടിച്ച് ഇവർ പാനിക്കായി, ഇവർ ഡിപ്രഷനായി ആ ചിരീനെ അവസാനിപ്പിക്കണം. കാരണം എന്താ, എന്നിലൂടെ ചിരിക്കാൻ പാടുള്ളൂ, ഞാൻ കൊടുക്കുന്ന പിച്ചഭക്ഷണം മാത്രമേ കഴിക്കാവൂ, ഞാൻ കൊടുക്കുന്ന വസ്ത്രം മാത്രമേ ഇടാവൂ, ഞാൻ കൊടുക്കുന്ന സന്തോഷത്തിൽ മാത്രമേ സന്തോഷിക്കാവൂ തുടങ്ങിയിട്ടുള്ള ചിന്തകളായിരിക്കും ഇവർക്ക് മുഴുവനും. ഇവർ ഭയങ്കര ഭീരുക്കളാണ്. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കണം. ഈ അവസ്ഥ അനുഭവിക്കുന്ന എല്ലാ സ്ത്രീകളും മനസ്സിലാക്കുക, ഈ പുരുഷന്മാർ വളരെ ഭീരുക്കളാണ്. നിങ്ങൾ മുഖത്ത് നോക്കി എഴുന്നേറ്റ് നിന്നിട്ട് എന്താണെന്ന് ചോദിച്ചാൽ അന്ന് തകരും അവരുടെ കോട്ട. നിങ്ങളെ കൊല്ലാൻ വരെ അവർ ശ്രമിക്കും. കാരണം എന്താ, അവരുടെ ഏറ്റവും മോശമായ വീക്കായ വശം അറിയാവുന്ന, ലോകത്ത് അറിയാവുന്ന ഒരേ ഒരാൾ നിങ്ങളാണ്. ആ നിങ്ങൾ പോയിട്ട് മറ്റൊരാളോട് പറഞ്ഞാൽ, അവരെ പറ്റി പറഞ്ഞാൽ വിശ്വസിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. പക്ഷെ എങ്കിലും അവർക്ക് ഭയമാണ്. അപ്പോൾ ആ ഭയം വരുന്നത് കൊണ്ട് തന്നെ നിങ്ങളെ പുറത്തേക്ക് ഇറങ്ങാൻ, അത് പറയാനും നിങ്ങൾ സമ്മതിക്കില്ല. അതുകൊണ്ടിട്ടാണോ പലപ്പോഴും ഇപ്പോൾ ആ സ്ത്രീയെ കുറിച്ച് ആ സ്ത്രീയുടെ സർക്കിളിലുള്ള അല്ലെങ്കിൽ ആ വൈഡ് റേഞ്ച്, ഇപ്പോൾ ഇവർ ഇന്നാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് എന്നുള്ള മാർഗം പോലും വളരെ ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് അവിടെയൊക്കെ ഈ പെൺകുട്ടിയെക്കുറിച്ച് ഇവള് വളരെ മോശം സ്ത്രീയാണ് എന്നുള്ളൊരു ഇമേജ് സൊസൈറ്റിക്ക് മുന്നിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇവർ ഉറക്കമില്ലാണ്ട് കാത്തിരിക്കുന്നുണ്ട്. അത് ഇതിനു വേണ്ടിയിട്ടാണോ? ആണല്ലോ, ഇവർക്ക് ഉറക്കമില്ലല്ലോ, ഇവർക്ക് ഭക്ഷണം ഇവർ വേറെ ഡ്രഗ്സ് ഒന്നും ഉപയോഗിക്കുന്ന ആളുകളൊന്നും ആയിരിക്കില്ല. ഇവരുടെ ഫീലിങ്സ് ഇതാ. പക്ഷെ ഇവർ ഒരിക്കലും പിടിക്കപ്പെടും, ഇവരൊരിക്കലും ഇല്ലാണ്ടായി മാറും. മനസ്സിലാവുന്നുണ്ടോ? ഇവർക്ക് തത്തുല്യമായ ഒരു ശത്രുവിനെ ഇവർ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട്. അത് ഇവർക്ക് മനസ്സിലാവില്ല. എല്ലാ ആളുകൾക്കും ഇതന്നെ സംഭവിക്കുന്നത്. ഇവർ ഭയങ്കര ഭീരുക്കളാണ്, ഇവർ ഭയങ്കര പേടിയുള്ളവരാണ്. അതുകൊണ്ടാണ് ഇവരുടെ ഭാര്യമാരെ വീണ്ടും, ഇവരെ മുൻ ഭാര്യമാരാണെങ്കിലോ ഇനി മുൻ ഭർത്താക്കന്മാരാണെങ്കിലോ അവർ ഫോളോ ചെയ്ത് നടന്ന് ഉപദ്രവിച്ച് ഇൻസൾട്ട് ചെയ്ത് കളിയാക്കി അവരില്ലാണ്ട് വർഷങ്ങളോളം തേജാവധം ചെയ്യുന്ന ആളുകളുണ്ട്. അത് ഇവരുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് പാർട്ടാണ്. ഇവർ ഭയങ്കര ദൈവവിശ്വാസികളായിരിക്കും. അതാണ് അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്. ഭയങ്കര ദൈവവിശ്വാസികളായിരിക്കും, അച്ഛനോടും അമ്മയോടും ഭയങ്കര സ്നേഹമുള്ള ആളുകളായിരിക്കും, ഇവർ ഭയങ്കര വിദ്യാഭ്യാസമുള്ള ആളുകളായിരിക്കും, ഇവർ ഭയങ്കര ഇൻ്റലക്ച്വലായിട്ട് സംസാരിക്കുന്ന ആളുകളായിരിക്കും, ഇവർ ഭയങ്കര പൊളൈറ്റഡായ ആളുകളായിരിക്കും, ഇവർ ഭയങ്കര സ്നേഹം വാരി വിതറുന്ന ആളുകളായിരിക്കും. ഇവരുടെ ഉള്ളിൽ പക്ക വിഷവും. ഇവർക്ക് ഒരു തരത്തിലുള്ള ഇമോഷനും ആരോടും ഉണ്ടാവില്ല. ഇവർക്ക് ഇവരുടെ അച്ഛനോടോ അമ്മയോടോ ഒന്നും ഉണ്ടാവില്ല. ഇവർ ഫുള്ളും ഡ്രാമയിലാണ് ഇവർ ജീവിക്കുന്നത്. ഇവർ വേറൊരു വേൾഡിലാണ് ജീവിക്കുന്നത്. ഒന്നുമില്ല, മുഖത്തോക്കി സംസാരിക്കുക. ഈ രാജ്യം നമുക്കും അവർക്കും തന്നിരിക്കുന്ന തുല്യ നീതിയാണ്. ആ നീതിക്ക് വേണ്ടി ഉയർന്നു നിൽക്കുക. ഒരുത്തൻ്റെ മുമ്പിലും വ്യക്തിയുടെ മുമ്പിലും നട്ടെല്ല് വളയ്ക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മളെ തൊടാനോ നമ്മളെ തെറി പറയാനോ നമ്മളെ ഇത്ര മോശമായ വാക്കുകൾ ഉപയോഗിക്കാനോ ഒരാൾക്കും സ്വാതന്ത്ര്യമില്ല. അച്ഛനുമില്ല, അമ്മയ്ക്കുമില്ല, നമ്മുടെ മക്കൾക്കുമില്ല, ആർക്കുമില്ല. അതുകൊണ്ട് അത് ഒരിക്കലും അനുവദിക്കരുത്, അത് ഒരിക്കലും സമ്മതിക്കരുത്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കണം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഭർത്താവിന് വേണ്ടിയിട്ടാണ്, എൻ്റെ വീട്ടുകാർക്കും എൻ്റെ അച്ഛനമ്മയ്ക്കും വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം സഹിക്കണേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തെറ്റിപ്പോയി. നാളെ ഒരിക്കലും ഇവർ തന്നെ വയ്ക്കും, അമ്മയ്ക്ക് ആദ്യമേ ഇത് തീരുമാനം എടുത്തൂടെ എന്ന് ചോദിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ നിലനിൽക്കുക, നിങ്ങൾ മുന്നോട്ട് പോകുക എന്നത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാത്രം ആവശ്യമാണ്. ഈ ലോകത്ത് ഒരാളും വരില്ല നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനോ നിങ്ങളൊന്ന് കൈപിടിച്ച് ഉയർത്താനോ ആരും വരില്ല. കാരണം ഇത് നിങ്ങളുടെ കുടുംബ പ്രശ്നമാണ്, ഇത് നിങ്ങളുടെ മാത്രം വിഷയമാണ്. ഫൈറ്റ് ചെയ്യണം. മാനസികമായ വിഭ്രാന്തിയുള്ള സൈക്കിക് ഇഷ്യൂ ഉള്ള ആളുകളുടെ അടുത്തോട്ട് പോയിട്ട് നമ്മുടെ തല വെച്ച് കൊടുക്കാതെ അവിടെ നിന്ന് ഊരിപ്പോരുക. നിങ്ങൾ സുരക്ഷിതരാണ്. ഈ ലോകത്ത് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. എല്ലാ മനുഷ്യരും നല്ലതാണെന്നല്ല പറയുന്നത്, എങ്കിൽ പോലും ഒറ്റയ്ക്ക് നിന്നാൽ ജീവിക്കാവുന്നതേ ഉള്ളൂ ഈ ലോകം. ഒന്നിനെയും ഭയപ്പെടണ്ട. ഉണ്ടോ, ഇറങ്ങി വരിക, സ്വന്തം കാലിൽ നിന്ന് ജീവിക്കുക, കുഞ്ഞുങ്ങളെ നോക്കുക, സന്തോഷമായിട്ട് ജീവിക്കുക. അവൻ എന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ. അവൻ നിങ്ങളെ പാനിക്കാക്കും, നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കും, നിങ്ങളെ കഴിവില്ലാത്ത ആളുകളാക്കും, നിങ്ങളുടെ സന്തോഷങ്ങളെ എങ്ങനെയാണ് തല്ലിക്കെടുത്താൻ നോക്കും. ഇതെല്ലാം നോക്കിക്കൊണ്ടേയിരിക്കും വർഷങ്ങളോളം. ചിരിക്കുക, മുഖത്ത് നോക്കി ചിരിക്കുക. കുറേ നാൾ ചെയ്ത് തകർന്നു കഴിയുമ്പോൾ അവർ ശരിക്കും ഒരു മാനസിക രോഗി ആയിക്കൊണ്ടിരിക്കുക. മറ്റൊരാളുടെ തകർച്ച കാണാനും ഇല്ലായ്മ കാണാനും ബുദ്ധിമുട്ട് കാണാനും അത് കാണാൻ വേണ്ടി ആഗ്രഹിച്ച് നിന്ന് കാണാതെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു മാനസിക പ്രശ്നമുണ്ട്. ഇത് ഡിപ്രഷനിലോട്ട് പോകും. ആ ഡിപ്രഷനിലോട്ട് അവർ പോവും. അത് അവരുടെ കർമ്മമാണ്. ആ കാർമിക്കിലൂടെ തന്നെ അവർ കടന്നു പോകും. നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. ഒന്നും പറ്റില്ല. ദൈവം വിചാരിക്കാതെ നമുക്ക് മരണമില്ല.
മറ്റൊരുത്തൻ വിചാരിച്ച് നമ്മൾ മരിക്കേണ്ട ആവശ്യം അത്രയും ഗതികേട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആർക്കും.